വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓണപരീക്ഷ വരെ നമ്മൾ 4 ചാപ്റ്റർ ഇട്ടാണ്. മാർക്കൊക്കെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ ഇച്ചിരി കട്ടിയായിരുന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാം. എന്തായാലും പുസ്തകം മാറിയപ്പം അതിൻ്റെതായ മാറ്റങ്ങളും കാണും കേട്ടോ. സാരമല്ലോ നിങ്ങളെ, നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷ ഉണ്ടല്ലോ, നമുക്ക് അതിന് മേടിക്കാം കേട്ടോ. 5ാമത്തെ പാഠത്തിൻ്റെ പേര് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ എന്നാണ് കേട്ടോ. എന്താ നിങ്ങളെ, സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ പരിഹാരം. പാഠത്തിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റി അല്ലേ, സമവാക്യത്തിനൊരു പരിഹാരം കാണാനാണ് അല്ലേ. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ, സമവാക്യ പരിഹാരം. നിങ്ങളുടെ ടെസ്റ്റ് എടുക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ അങ്ങനെ ടെസ്റ്റിലെ എല്ലാ കണക്കുകളും ചെയ്താ പോകുന്നത് ഒരുവിധമുള്ള കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്തിട്ടേക്കുന്ന കണക്കുകൾ എങ്ങനെയാണെന്ന് ഇപ്പം നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലോ പിന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ കൂട്ടലും കുറയ്ക്കലും എന്നാണ്. അല്ലേ, കൂട്ടലും കുറയ്ക്കലും അല്ലേ, ആഡിങ് ആൻഡ് സബ്ട്രാക്ഷൻ. മലയാളം മീഡിയത്തിൻ്റെ എല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മലയാളം പുസ്തകം ഞാൻ കാണിച്ചത് കൊണ്ട് മലയാളം അല്ല കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ മലയാളവും ഇംഗ്ലീഷിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ടെസ്റ്റ് ഇത് 1ാമത്തെ ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ്. നോക്കണേ, സുഹറ, നോക്കണേ കുഞ്ഞുങ്ങളെ, സുഹറ നിങ്ങളുടെ ടെസ്റ്റിലെ 1ാമത്തെ ചോദ്യം. പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. സുഹറ, അത് നിങ്ങളുടെ പേര് ആറിയിലേയും പേരായിക്കോട്ടെ കുഞ്ഞുങ്ങളെ. പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ട്? ഉമ്മ അവിടെ നിന്ന് ചോദിച്ചു. മോളെ സുഹറ, മോളെ ആ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ട്? അപ്പം ആ കുട്ടി തിരിച്ചു പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാകും അമ്മേ. എനിക്കൊരു 7 രൂപയും കൂടെ തന്നാൽ 50 രൂപയാകും. സുഹറ എന്ത് ചെയ്തു? ആഗ്രഹം പറഞ്ഞു എന്നാണ്. സുഹറയുടെ പണപ്പെട്ടിയിൽ അപ്പം എത്ര രൂപയുണ്ടെന്നാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്. കണക്കൊരിക്കലും കാണാതെ പഠിക്കരുത് കേട്ടോ. നമ്മൾ ഓരോന്നും മനസ്സിലാക്കി വേണം പഠിക്കാൻ. ചോദ്യം കേട്ടല്ലോ കുഞ്ഞുങ്ങളെ. സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ടെന്ന് ഉമ്മ അവിടെ നിന്ന് ചോദിക്കുന്നു. 7 രൂപ കൂടി തന്നാൽ 50 രൂപയാകും അമ്മേ എന്ന് സുഹറ പറയുന്നതാ അല്ലേ. സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ട് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമുക്ക് അത് തന്നെ നോക്കാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, എത്ര രൂപയുണ്ടെന്നാ നോക്കുക. നമുക്ക് 1ാമത്തെ, അതായത് 7 രൂപ കൂടി തന്നാൽ, ചോദ്യം നല്ലതുപോലെ കേൾക്കണേ, 7 രൂപ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇത് കേട്ടോണേ, നമ്മൾ ആൾജിബ്ര എന്ന് പറയുന്ന പാഠം കഴിഞ്ഞ വർഷം പഠിച്ച ഓർമ്മയുണ്ടോ? ബീജഗണിതം ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? അതുപോലെ നമുക്കറിയത്തില്ല എന്നുള്ളതിനെ നമ്മൾ എക്സ് എന്നുള്ള വേരിയബിൾ കേട്ടോ, എക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം വെച്ച് അങ്ങ് എഴുതണം. ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഇപ്പം നോക്കി, ആ പണപ്പെട്ടിയിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളിടത്ത് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞതാ, എക്സ് എന്ന് കൊടുക്കുക. ഉദാഹരണം അല്ല, നമ്മുടെ 1ാമത്തെ ചോദ്യം കേട്ടോ. പിന്നെയോ, ആ എക്സിൻ്റെ കൂടെ എത്രയാണെന്ന് അറിയില്ല. 7 രൂപ കൂടി കൂട്ടിയാൽ, 7 രൂപ കൂടി കൂട്ടിയാൽ, കൂട്ടുകാണേ, 7 രൂപ കൂടി കൂട്ടിയാൽ ആ കുട്ടി പറഞ്ഞ എത്ര? 50 രൂപയാകും അമ്മയെന്നാണ്. സുഹറയുടെ കയ്യിൽ എത്രയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എവിടെ അറിയത്തില്ല എന്ന് കണ്ടോ അവിടെ നിങ്ങൾ എത്ര എഴുതണം കുഞ്ഞുങ്ങളെ? എക്സ് എന്ന് അങ്ങ് എഴുതണം കേട്ടോ. നമുക്ക് വേറെ രീതിയിലൊക്കെ ഏത് രീതി വേണമെങ്കിലും പഠിക്കാം, എളുപ്പം എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ. എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എത്ര രൂപ കൂടി കൂട്ടിയാലാ? 7 രൂപ കൂടി കൂട്ടിയാലാണ്, കുറച്ചാലല്ല, കൂട്ടിയാൽ എത്ര രൂപയാകുമെന്നാ സുഹറ പറഞ്ഞത്? 50 രൂപയാകുമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? നമ്മളപ്പോൾ എക്സ്, അതായത് എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ എക്സ് ഈസിക്കൽ ടു, നോക്കണേ, എക്സ് ഇതാണ് കണ്ടുപിടിക്കുക. ഈസിക്കൽ ടു ഈ 50 ഈക്വല് കഴിഞ്ഞിട്ട് ഏത് സംഖ്യയാണോ കിടക്കുന്നത് അത് വേണം ഈക്വല് കഴിഞ്ഞിട്ട് എഴുതാൻ. അതെപ്പോഴും ഓർത്തോണേ, അല്ലാതെ ചാടി കയറി 7 എഴുതി വെക്കല്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു ഈക്വല് കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് വേണം ഈക്വല് കഴിഞ്ഞിട്ട് എഴുതാൻ. എന്നിട്ട് ഇനിയും വല്ലതും എഴുതാനുണ്ടോ? ഉണ്ട്, ഒരു +7 ഉണ്ട് അല്ലേ. ആ +7 ഈക്വലിന് ഇപ്പുറമല്ലേ കിടക്കുന്നത്, അതിനെ പൊക്കി എടുത്ത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം +7 അങ്ങ് -7 ആയിട്ടങ്ങ് മാറും. ഇത് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പുകച്ചിൽ കാണും കുഞ്ഞുങ്ങളെ കേട്ടോ. പുകയ്ക്കാനൊന്നുമില്ല. സുഹറയുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ എത്രയാണെന്ന് അറിയത്തില്ല എന്ന് വരുന്നിടത്ത് എക്സ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പേപ്പർ മൊത്തം എക്സ് ആയിരിക്കും അല്ലേ.
തമാശ പറയുന്നത് കേട്ടോ. ഞാനൊരു കമൻറ്റ് കണ്ടു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ ഞാൻ എൻ്റെ ഈ സംസാരത്തിലൂടെ അങ്ങ് പോകുമെന്ന് ഞാൻ ഒരാളുടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുമ്പേ. ആണോ കുഞ്ഞുങ്ങളെ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്പോൾ ആ ഓരോന്നും തന്നെ. ഈ മാത്സ് എന്ന് പറയുമ്പോൾ മിക്ക കുട്ടികൾക്കും ഉണ്ടല്ലോ, മാത്സോ ഞങ്ങൾക്ക് പേടിയാ പാടാ ഇതൊക്കെ പറയുന്ന എല്ലാവരെയും അല്ല കേട്ടോ, കുറച്ച് പേരെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു മുഷിച്ചിലുണ്ടാവാതിരിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കിട്ടാതല്ലേ നോക്കൂ. ചിലപ്പോൾ എക്സ് എന്ന് വെച്ചാൽ സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അറിയാൻ വയ്യാതെ എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. എത്ര കൂടെ കൂട്ടിയാൽ അവൾ എടുത്ത് പറയുന്നുണ്ട്, 7 രൂപ കൂടി കൂട്ടിയാൽ 50 രൂപയാവും ഉമ്മ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് +7 = 50 എന്ന് വന്നത്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ കഴിഞ്ഞിട്ട് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. ഇനി ഇപ്പുറത്ത് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അത് എഴുതണം. ഇപ്പുറത്ത് ഒന്നുമില്ല, പക്ഷേ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടപ്പുണ്ട് +7. അതിനെ പൊക്കി നമ്മൾ ഇവിടെ ഈക്വൽ ഇവിടെ അല്ലേ, ഈക്വലിൻ്റെ നമുക്ക് ഈ ഈക്വൽ അതായത് RHS LHS അതൊക്കെ പറയാനെങ്കിൽ ഒത്തിരി ഉണ്ടത് പോട്ടെ. ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നതിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +7 അങ്ങ് -7 ആയി. ഇവിടെ -7 ആയിരുന്നെങ്കിൽ ഇത് +7 ആയിനി. ഇപ്പം പിടികിട്ടിയോ? ഇവിടെ +7 ആയതുകൊണ്ട് ഇവിടെ -7, ഇവിടെ -7 ആയിരുന്നെങ്കിൽ ഇവിടെ +7. രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞേ. സംഭവം പിടികിട്ടിയല്ലോ. അപ്പോൾ 50 ൽ 7 പോലെ എത്രയാ? എത്ര കുഞ്ഞുങ്ങളെ? 43 ആൻസർ. നമുക്ക് 43 എങ്ങനെയാണ് വന്നതെന്ന് ഇനി സ്കൂളിൽ പോയി എന്താ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി ആ 43 എങ്ങനെ വന്നു കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമുക്ക് ടെസ്റ്റിലെ എക്സസൈസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കണേ. ഓക്കെ, 6 more marks and I would have got 100 out of 100 in my math exam. Rajan thought sadly. How much did she score? 6 മാർക്ക് കൂടി, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ, 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കണക്ക് പരീക്ഷയിൽ 100ൽ 100 മാർക്ക് ആയേനി. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് 100ൽ 100 മാർക്കും കിട്ടിയേനെ അല്ലേ. അങ്ങനെയാണ് രാജൻ തോട്ട് സാഡ്ലി, ദുഃഖത്തോടെ അവൻ ഇങ്ങനെ പറയുകയാണ്. ഹൗ മച്ച് ഡിഡ് ഹീ സ്കോർ? എത്ര മാർക്കായിരിക്കും അപ്പോൾ അവന് കിട്ടിയത് എന്നാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഇതിനെ നമുക്ക് മുമ്പ് എക്സ് വെച്ച് ചെയ്യാം. ഇനി അത് എക്സ് എന്ന് കേട്ടപ്പോൾ ബുദ്ധിമുട്ടായവർക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഹിൻറ്റുകൾ കേട്ടോ. നോക്കണേ, നിങ്ങൾ നോട്ട് എഴുതാൻ നേരം ഇത് സൂം ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ എടുക്കുന്നത് കാരണം സൈഡൊക്കെ നിങ്ങൾക്ക് വേണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പം നോക്കിക്കേ, ഇവിടെ ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100ൽ 100 മാർക്ക് എനിക്കായേനെ ഇല്ലേ. രാജൻ്റെ സംഭവം. അപ്പോൾ എങ്ങനെ അറിയാം നമുക്ക്? സ്കോർ ഓഫ് രാജൻ നമുക്ക് ഈ 2 രീതിയിലും വേണേൽ ചെയ്യാം കേട്ടോ. സ്കോർ ഓഫ് ആരുടെ? രാജൻ്റെ. എത്രയാണെന്ന് അറിയത്തില്ല, എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ കൂടെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ 6 കൂടി കൂട്ടിയാൽ 6 കൂടെ കൂട്ടിയാൽ അവൻ പറയുന്നു 100 ആണെന്ന് അല്ലേ. അതായത് മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? രാജന് കിട്ടിയ മാർക്ക് 2 ഉണ്ട് കേട്ടോ. രാജന് കിട്ടിയ മാർക്ക് പ്ലസ് അതിൻ്റെ കൂടെ 6 കൂടി അല്ലേ. മാർക്ക് എത്രയാണെന്ന് അറിയത്തില്ല, രാജന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടിയാൽ 100 കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതണം, മലയാളം മീഡിയക്കാർ മലയാളം എഴുതണം കേട്ടോ. ഇനി ഇതിനെങ്ങനെ എഴുതാം? മുമ്പ് നമ്മൾ എക്സ് വെച്ചില്ലേ, അതുപോലെ തന്നെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സ്കോർ ഓഫ് രാജൻ. അപ്പം നമുക്ക് രാജൻ്റെ സ്കോർ അറിയണം. രാജൻ = എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഈക്വൽ കഴിഞ്ഞിട്ട് 100 പിന്നെ +6 ഇവിടെ വരുമ്പോൾ -6 അല്ലേ. = എത്ര? 94 മാർക്കാണ് അവന് കിട്ടി. മനസ്സിലായോ? രാജന് കിട്ടിയ മാർക്ക് എന്താ? മലയാളം മീഡിയം 2 പേരും എഴുതണം കേട്ടോ. രാജന് കിട്ടിയ മാർക്ക് = 100 - 6 = 94 മാർക്സാണ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം. മുമ്പ് ഞാൻ പറഞ്ഞ ഇനി അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. മുമ്പ് പറഞ്ഞ രീതിയിൽ എങ്ങനെ ആയിരിക്കും കുഞ്ഞുങ്ങളെ? രാജന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയത്തില്ല എന്നുള്ളതിനെ ഞാൻ പറഞ്ഞില്ലേ എക്സ് എന്ന് കൊടുക്കുക കേട്ടോ. +6 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 100 ആയേനെ അല്ലേ. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 100 കിട്ടിയേനെ. അപ്പം നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് രാജൻ്റെ മാർക്ക് ഞാൻ പറഞ്ഞു ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം എഴുതുക. ഈക്വൽ കഴിഞ്ഞിട്ട് 6 ആണ്. ഇനി എഴുതാനുള്ളത് ഒരു +6 ആണ്. അത് എവിടെ കിടക്കുന്നത്? ഈക്വലിൻ്റെ ഇപ്പുറത്താണ്. അതിനെ പൊക്കി അപ്പുറത്ത് കൊണ്ടുവരുമ്പോഴോ
-6 ആവും. അപ്പോഴും എത്ര? 94 മാർക്ക്. ഇങ്ങനെ എഴുതിയാലും എങ്ങനെ എഴുതിയാലും കിട്ടും കേട്ടോ. എനിക്കൊന്ന് എളുപ്പ വഴി ഇല്ലേ, ഇങ്ങനെ ചെയ്യാം. എളുപ്പം അതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് എഴുതാനുള്ളത് ഇങ്ങനെയാണ്, എളുപ്പ വഴിയാണ് ഇത് കേട്ടോ. മനസ്സിലായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം. 5 more years and I would be 18. I can vote. Lizzie calculated. How old is she now? നോക്കൂ നിങ്ങളെ, 5 വർഷം കഴിഞ്ഞാൽ നോക്കണേ, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും എനിക്ക്. 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാവും. ഐ ക്യാൻ വോട്ട്. അപ്പം എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. 18 വയസ്സ് നമുക്ക് വോട്ട് ചെയ്യാമല്ലോ. ലിസി അവിടെ നിന്ന് കണക്ക് കൂട്ടി. ലിസിക്ക് അപ്പോൾ ഇപ്പോൾ എത്ര വയസ്സ് കാണും? നോക്കാം കുഞ്ഞുങ്ങളെ, നോക്കാം. ഏജ് ഓഫ് ലിസി. ലിസിയുടെ പ്രായം എത്രയാണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ ഏജ് ഓഫ് ലിസി അറിയത്തില്ല. പക്ഷെ പറഞ്ഞേക്കുന്നത് എന്താ? 5 വർഷം കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത് അല്ലേ? പ്ലസ്. അപ്പോൾ അവൾക്ക് എത്ര വയസ്സാവും? 18 വയസ്സാവുമെന്ന്. ലിസിയുടെ വയസ്സ് മലയാളംകാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ലിസിയുടെ വയസ്സ് എത്രയെന്നറിയത്തില്ല. പക്ഷെ അതിൻ്റെ കൂടെ 5ഉം കൂടി കൂട്ടിയാൽ 18 ആണെന്ന് കേട്ടോ. ഇനി അപ്പം നമ്മളെങ്ങനെ ലിസിയുടെ വയസ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ? ഏജ് ഓഫ് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്ക് ഏതാ രീതിയിലാണ് മനസ്സിലാവുന്നത് വെച്ചാൽ അത്. അപ്പോൾ ഏജ് ഓഫ് ലിസിയുടെ പ്രായം ആണെങ്കിൽ ഈക്വൽ കഴിഞ്ഞിട്ടുള്ള എഴുതുക. +5 ഇപ്പുറത്ത് വരുമ്പോൾ -5 കേട്ടോ. -5 ഈസിക്കൽ ടു 13. ഇപ്പോൾ അവൾക്ക് 13 വയസ്സേ ഉള്ളൂ. ലിസിയുടെ പ്രായം ഇപ്പോൾ എത്ര നിങ്ങളെ? ലിസിയുടെ പ്രായമല്ല വയസ്സ് ഈസിക്കൽ ടു 18 -5 -5 വന്നെന്താ? ഈ +5 ഇപ്പുറത്ത് വന്നപ്പോൾ -5 13. നമ്മൾ മുമ്പ് ചെയ്ത രീതി എക്സ് വെച്ചും ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ എത്ര ആണെന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ 5 കൂടി കൂട്ടിയപ്പോൾ എന്താ? 18 വന്നു അല്ലേ? എത്ര വയസ്സാന്ന് ഇപ്പം എത്ര വയസ്സാണെന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയപ്പോൾ 18 വയസ്സായി. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 18, ഈ +5 ഇപ്പുറത്ത് വന്നപ്പോൾ -5 ഈസിക്കൽ ടു എത്ര കുഞ്ഞുങ്ങളെ? 13 വയസ്സ്. ഇപ്പോൾ ലിസിക്ക് 13 വയസ്സ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? രണ്ടെണ്ണം ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഏതാ ഇതിനകത്തിൽ മനസ്സിലായ? ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് സ്റ്റെപ്പാണ്. നമ്മൾ ഈ ചോദ്യത്തിൻ്റെ സ്റ്റെപ്പ് വെച്ച് ഇതും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എത്രയാണെന്ന് അറിയാൻ വയ്യാത്ത കറക്റ്റ് ഇതാ കുഞ്ഞുങ്ങളെ. ആൾജിബ്ര എന്ന് പറയും കേട്ടോ. നമ്മളതൊക്കെ പഠിച്ചതായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ? ടെസ്റ്റിലെ ഓരോ ചോദ്യമാണ്. അടുത്ത് നോക്കിയേ. 123നെ 321 ആക്കാൻ എത്ര കൂട്ടണം? 123നെ 321 ആക്കാൻ എത്ര കൂട്ടണം? വാട്ട് ഷുഡ് ബി ആഡഡ് ടു 125 ടു മേക്ക് 123 ടു മേക്ക് ഇറ്റ് 321? 123 ടു മേക്ക് ഇറ്റ് 321 അല്ലേ? നോക്കാം കുഞ്ഞുങ്ങളെ, ഇവിടെ 123നെ നോക്കണേ, 123നെ എത്ര കൂട്ടണമെന്നല്ലേ നമ്മളോട് ചോദിച്ചിരുന്നത്? ആഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 123നെ പ്ലസ് എന്താ? നമ്പർ അല്ലേ? നമ്പർ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഏതോ ഒരു നമ്പറൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 321 വന്നത്. 123ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ അല്ലേ കൂട്ടിയപ്പോൾ 321. ഈ നമ്പർ എന്നുള്ളതിന് എത്ര കുഞ്ഞുങ്ങളെ? സംഖ്യ. മലയാളം മീഡിയക്കാർ സംഖ്യ എന്ന് എഴുതണം കേട്ടോ. 321 അപ്പോൾ നമുക്ക് ആ സംഖ്യ കാണണം. നമ്പർ അല്ലെങ്കിൽ സംഖ്യ കാണാൻ എന്തോ ചെയ്യണം? നോക്കണേ, ഇത് മുമ്പിലത്തെ കൂട്ട് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതെങ്ങനെ ചെയ്യും? ഈ ഈക്വൽ കഴിഞ്ഞിട്ട് ഏതാ കിടക്കുന്നത്? ഇവിടെ ഒന്ന് നോക്കണേ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. 123 പ്ലസ് നമ്പർ ഈസിക്കൽ ടു 321 അല്ലേ? ആണല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ എഴുതുക. അതായത് ഏതാണോ കണ്ടുപിടിക്കേണ്ട അത് എഴുതുക. പിന്നെ ഈക്വൽ കഴിഞ്ഞിട്ട് കിടക്കുന്നത് 321 അല്ലേ? 123 എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവാണ്. പോസിറ്റീവിനെ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതായത് ഈ ഈക്വലിൻ്റെ അപ്പുറം ഇപ്പുറം ഇതൊരു വീട്. ഒരു വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ അവരുടെ സൈൻ അങ്ങ് മാറും. അതാട്ടോ, സിമ്പൽ അങ്ങ് മാറും. അപ്പോൾ ഇയാൾ എന്താണ്? പോസിറ്റീവാണ്. കാരണം എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ അറിയും? ആ സംഖ്യയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന, മുന്നെന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്ന സിമ്പൽ ഏതാണെന്ന് നോക്കുക. ഇവിടെ സിമ്പൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് തന്നിട്ട് ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. അയാൾ ഇവിടെ വരുമ്പം നെഗറ്റീവായി 123 കേട്ടോ. അപ്പം 321 123 കുറച്ചാൽ 8 3 11. പിന്നെ ഇവിടെ എത്ര? 11 ഉള്ളൂ. 9 2 11.
പിന്നെ ഇവിടെ 2 ഉള്ളൂ, 198. 198. ഓരോന്നും നല്ലപോലെ മനസ്സിലാക്കി പോകണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊക്കെ ചെറിയ കണക്കുകളാണ്. നമ്മൾ വലിയ വലിയ കണക്ക് ചെയ്യുമ്പോൾ ഈ ചെറുതറിഞ്ഞെങ്കിലേ നമുക്ക് വലുത് ചെയ്യാൻ പറ്റൂ കേട്ടോ. കുഞ്ഞുങ്ങളെ വൃത്തിയായിട്ട് മനസ്സിലാക്കി എഴുതണം കേട്ടോ. അടുത്ത 432നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം എന്നാണ്. ഇത് കൂട്ടണമാണ്. 123നെ 321 ആക്കാൻ കൂട്ടിയതാണ്, നമ്മളവിടെ കൂട്ടി കേട്ടോ. എന്നാൽ ഇതോ 432നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണമെന്നാണ്. അപ്പം 432നെ ഏതോ ഒരു നമ്പർ കൊണ്ട് കുറയ്ക്കുമ്പോൾ, നമ്പർ എന്നുള്ളത് മലയാളം മീഡിയക്കാർ ഇവിടെ സംഖ്യ എന്ന് എഴുതണം കേട്ടോ. സംഖ്യ കുറച്ചപ്പോൾ നമുക്ക് 234 കിട്ടി. അപ്പം നമ്പർ ഏതാണ്? അപ്പം നമ്പർ ഈസ് ഈക്വൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ ആരാ? നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും കുഞ്ഞുങ്ങളെ? നോക്കിയേ, മൈനസ് ആണ് ഇവിടെ അല്ലേ. 234 അല്ലേ, 234. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നറിയോ, ഇവിടെ മൈനസ് വന്നു. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇത് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി എന്തോന്നറിയോ, നമുക്കിതിലും കുറച്ചുകൂടെ എളുപ്പം. നല്ലപോലെ ശ്രദ്ധിക്കണേ. ഇത് 432നെ 234 ആക്കാൻ നമ്മൾ എത്ര കുറയ്ക്കണമെന്നാണ്. അപ്പം കുറയ്ക്കാനാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നറിയോ, ഈക്വൽ കഴിഞ്ഞിട്ട് 234 അല്ലേ. അപ്പം 432നെ നമ്മൾ അതുപോലെ ഇങ്ങ് എഴുതിയിട്ട് ഈ ഈക്വൽ 234നെ എടുത്ത് ഇങ്ങ് കൊണ്ടുവരണം. അതായത് പോസിറ്റീവാണ്. കാരണം എന്താ, സൈനൊന്നും ഇല്ലാതെ കിടക്കുമെങ്കിൽ അത് പോസിറ്റീവാണ്. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അത് നെഗറ്റീവായി 234 ആകുമ്പോൾ എന്ത് ചെയ്തു, നമുക്ക് നമ്പർ കിട്ടുന്നു. നമ്പർ അല്ലെ സംഖ്യ. 432ന്ന് 234 കുറച്ചാൽ 8 4 12, പിന്നെ ഇവിടെ 2 12, 9 3 12, പിന്നെ ഇവിടെ 3 1. അവിടെ എന്താ 198 വരുന്നത്. 190. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഇവിടെ ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? മൈനസ് ചെയ്യാൻ നേരം വന്നത് കണ്ടോ? മൈനസ് ചെയ്യാൻ നേരം നിങ്ങളിത് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണേ. അടുത്തത് 80ാമത്തെ. അടുത്ത നമ്മുടെ അതത്രയാണ് ആ പേജിനകത്തിൽ കേട്ടോ. അടുത്ത നോക്കിയേ, ഉണ്ണി വിഷു കൈനീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. 42 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് വിഷു കൈനീട്ടം കിട്ടിയത്? വിഷു കൈനീട്ടം കിട്ടിയതിൽ നിന്ന്, വിഷു കൈനീട്ടം എത്ര എന്ന് പറയുന്നില്ല കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ അവിടെ എക്സ് എന്ന് കൊടുക്കുക. അതിൽ നിന്നും 8 രൂപ എടുത്ത് എന്ത് ചെയ്തു? 8 രൂപ എടുത്തൊരു പേന വാങ്ങി. 8 രൂപ എടുത്തൊരു പേന വാങ്ങി അല്ലേ. 42 രൂപ അപ്പം എന്ത് ചെയ്തു? മിച്ചമുണ്ട്. മിച്ചം എത്ര രൂപയുണ്ട്? 42 രൂപയുണ്ട്. കറക്റ്റ് ഇങ്ങനെ. എത്ര രൂപയാണെന്ന് നമുക്ക് അറിയത്തില്ല. തന്നിരിക്കുന്ന ചോദ്യം അറിയത്തില്ല എന്ന് നമുക്ക് ഇവിടെ എന്താ, ഉണ്ണി വിഷു കൈനീട്ടം കിട്ടിയതിൽ നിന്ന്, കിട്ടിയതാണ്, നമുക്കറിയാം എത്രയാണെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എക്സ് കൊടുത്തത് കേട്ടോ. നമുക്കറിയത്തില്ല, എത്രയാണെന്ന് അറിയത്തില്ലെങ്കിൽ എക്സ്. അതിൽ നിന്ന് 8 രൂപ എടുത്ത് പേന വാങ്ങി. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞു, ചിലവായി കഴിഞ്ഞു. അപ്പോൾ അത് -8. മിച്ചം എത്ര ഉണ്ട്? 42 രൂപ. അപ്പോൾ എക്സ് ഈസിക്കൽ ടു എന്ത് ചെയ്യണം? 42. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസിക്കൽ ടു 42. ഈ -8 ഇപ്പുറത്ത് വരുമ്പോൾ +8 ഈസിക്കൽ ടു 50 രൂപ. അവൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു? 50 രൂപ ഉണ്ടായിട്ടുണ്ട്. 50 രൂപ എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? അവൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 8 രൂപ എടുത്ത് പേന വാങ്ങിച്ചു കഴിഞ്ഞ് ബാക്കി 42 രൂപ. മനസ്സിലാക്കി തന്നെ പോണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നോക്കി അടുത്ത തൊട്ട് എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി. ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി. അല്പം കേട് വന്ന 7 എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ ബാക്കി 46 എണ്ണം ഉണ്ട്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിന് നമ്മൾ ആ എക്സിൻ്റെ വെച്ചങ്ങ് ചെയ്താൽ മതി. അതെല്ലാം സ്റ്റെപ്പ് വെക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? സ്റ്റെപ്പ് ഞാൻ ഈ എല്ലാത്തിൻ്റെ സ്റ്റെപ്പ് ഇവിടെയും കാണിക്കാം, എളുപ്പവഴി ഇപ്പുറത്തും കാണിക്കാം കേട്ടോ. നോക്കൂ നിങ്ങളെ, നമ്പർ ഓഫ് ബനാന ഇൻ ദി ബെഞ്ച്. ബെഞ്ചെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ബെഞ്ചല്ല കേട്ടോ, കൂട്ടം, പഴങ്ങളുടെ കൂട്ടമാണ് ഇവിടെ കേട്ടോ. ഒരു കൊല എന്ന് നമ്മൾ എടുത്തില്ലേ, കറക്റ്റ് കൊല എന്നാണ് ബെഞ്ചെന്ന് കേട്ടോ. ഏത് കൊലയാ? പഴത്തിൻ്റെ ആണേ. നമ്പർ ഓഫ് ബനാന ഇൻ ദ ബെഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലയിലുണ്ടായിരുന്ന പഴത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ കുഞ്ഞുങ്ങൾ, എത്രയാണെന്ന് അറിയത്തില്ല. അതിൽ നിന്ന് 7 എണ്ണം പോയി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. 7 എണ്ണം പോയി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? എന്താ മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? കുലയിലുണ്ടായിരുന്ന പഴത്തിൻ്റെ
എണ്ണം എത്രയാണ് നമ്പർ അല്ലേ, എണ്ണം എത്രയാണെന്ന് അറിയത്തില്ല. എണ്ണം മൈനസ് 7 = 46. ഇതാ മലയാളം മീഡിയക്കാർ കേട്ടോ, 46. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? നമ്പർ ഓഫ് ബനാന ബെഞ്ച് കേട്ടോ, മേളിൽ ചോദ്യമുണ്ട്. ബെഞ്ച് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഈക്വൽ കഴിഞ്ഞിട്ടുള്ള 46 -7 ആണ്, ഇപ്പുറത്ത് വരുമ്പം +7 = എത്ര വരും? 53. മൊത്തം 53 കായിൽ നിന്നാണ് എത്ര കുഞ്ഞുങ്ങളെ? ഇതാണ് നമ്പർ ഓഫ് ബനാന ഇൻ ദ ബെഞ്ച് ആയത് കേട്ടോ. അതായത് കുലയിൽ ഉണ്ടായിരുന്ന പഴത്തിൻ്റെ എണ്ണം = 46 + 7 വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ -7 ആയതുകൊണ്ടാണ്, കുറച്ചു ഇല്ലേ. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് എങ്ങനെ എഴുതാം? എത്ര ഉണ്ടെന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ, എക്സ് എത്ര ഉണ്ട്, പഴം എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, എക്സ്. അതിൽ നിന്നും 7 പഴം കേടായി പോയി അല്ലെ പന്നലായി പോയി, അല്ലെങ്കിൽ നമ്മൾ പറിച്ച് നിന്നു, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ബാക്കി എത്ര എണ്ണം നിപ്പുണ്ട്? 46 എണ്ണം നിപ്പുണ്ട്. അപ്പം പിടികിട്ടിയോ? അപ്പോൾ എക്സ് = 46 ഫസ്റ്റ് ചെയ്യുന്നത്. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ അത് എപ്പോഴും ഞാൻ പറയുന്ന കേട്ടോ, അത് എഴുതിയതിന് ശേഷം ഇവിടെ -7, അതിപ്പുറത്ത് വരുമ്പോൾ +7. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 53. ഒറ്റയടിക്ക് ഇത്രയേ ഉള്ളൂ. ബട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതി ചെയ്യണം കേട്ടോ. 80ൻ്റെ ഒന്നാമത്തത്. ഓക്കെ, 80ാമത്തെ പേജ് ഒന്നാമത്തിലെ ഗോപാലൻ കട. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, വിമല നോക്കണേ കുഞ്ഞുങ്ങളെ, 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 337 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? 163 രൂപയ്ക്ക് വിമല സാധനം വാങ്ങി. 337 രൂപ അവരുടെ കയ്യിൽ ബാക്കി ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ എത്ര രൂപ കയ്യിലുണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ? വിമലയുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? ആദ്യം എമൗണ്ട് ഉണ്ടായിരുന്നു. എത്രയോ എമൗണ്ട് ഉണ്ടായിരുന്നു. എമൗണ്ട് ഷീ ഹാവ് അറ്റ് ഫസ്റ്റ്, അവിടെ കയ്യിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നറിയത്തില്ല. -163. ബാക്കി എന്താ? 163 രൂപയ്ക്ക് സാധനം വാങ്ങിച്ച് കഴിഞ്ഞതാണേ, അതുകൊണ്ടാണ് മൈനസ് വന്നത്. വാങ്ങിച്ചു കഴിഞ്ഞു, അപ്പോൾ ഇനി ഇല്ല. മൈനസ് എത്ര ഉണ്ടായിരുന്നു? 337 രൂപ ബാക്കി ഉണ്ട് കയ്യിൽ. മനസ്സിലായോ? അപ്പം ഇതിന് മലയാളത്തിൽ നമ്മളെങ്ങനെ? വിമലയുടെ കയ്യിലുണ്ടായിരുന്ന രൂപ, വിമലയുടെ കയ്യിലുണ്ടായിരുന്ന രൂപ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതേ -163 = 337. എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ 163 രൂപ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി 337 രൂപയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ എഴുതാം. ഇപ്പം ഇതാണ് എത്ര രൂപയുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ അത് അതുപോലെ എഴുതുക. എമൗണ്ട് ഷീ ഹാവ്, ഇത് അതുപോലെ എഴുതുക. ഷീ ഹാവ് അറ്റ് ഫസ്റ്റ് കേട്ടോ, അറ്റ് ഫസ്റ്റ്. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് അതുപോലെ എഴുതുക. = അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ? 337 -161 ഇപ്പുറത്ത് വരുമ്പോൾ +163. 337 163 കൂടെ കൂട്ടുമ്പോൾ 500 ആയും കേട്ടോ. 500 രൂപ ഉണ്ടായിരുന്നു, ₹500 രൂപ ഉണ്ടായിരുന്നു വിമലയുടെ കയ്യിൽ. വല്ല മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? വിമലയുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, വിമലയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ, അതിൽ നിന്നും എന്താ 163 രൂപ ചിലവായി കഴിഞ്ഞപ്പോൾ ബാക്കി 337 രൂപ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഈ എത്ര രൂപയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് = 337 മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ +163 = 500. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. റുപ്പീസ് എത്ര രൂപ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഏത് സംഖ്യയിൽ നിന്നും 123 കുറച്ചാലാണ് 321 ആകുന്നത്? ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആകുന്നത്? ഏതോ ഒരു നമ്പർ കേട്ടോ, ഏതോ ഒരു നമ്പർ നമുക്കറിയത്തില്ല. അതിൽ നിന്നും കുറച്ചാൽ എത്ര? 123 കുറച്ചപ്പോൾ നമുക്ക് 321 കിട്ടി. അപ്പം നമ്പർ എന്ന് വെച്ചാൽ സംഖ്യയാണേ കേട്ടോ, മലയാളം മീഡിയക്കാർ സംഖ്യ. അപ്പം നമുക്ക് എത്ര നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ കുഞ്ഞെ ഏതോ ഒരു നമ്പറിൽ നിന്നും 123 കുറച്ചാൽ 321 ഏത് സംഖ്യയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ = 321. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് ഫസ്റ്റിൽ എഴുതുക. ഇനി ഇവിടെ നോക്കിയാൽ -123 അതിവിടെ വരുമ്പം +123. അപ്പോൾ എത്ര? 444 വരുന്നത്. അതല്ല, എളുപ്പ വഴി വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? ഏതോ ഒരു സംഖ്യ നമ്പർ, അതിൽ നിന്നും 123 കുറച്ചപ്പോൾ നമുക്ക് 321 കിട്ടി.
അപ്പോൾ സംഖ്യ ഏതാണ്? സംഖ്യ = 321 മൈനസ് അല്ലേ, അപ്പോൾ അതിവിടെ വരുമ്പോൾ പ്ലസ് 123 = 444. ബീജഗണിതം അല്ലെ ആൽജിബ്ര. ഓക്കെ ആണോ? മൂന്നാമത്തെ. ഓക്കെ നിങ്ങളെ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഗുണനവും ടെസ്റ്റ് എവിടെ പോയി? ഗുണനവും ഹരണവും കാണാൻ വരുന്നുണ്ടല്ലോ. അതിനകത്തിൽ ഒരു 4 കണക്കൂടുണ്ട്. അതുകൂടെ നമുക്ക് ഈ ലിങ്കിൽ ഇടാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ദ സാലറി ഓഫ് ദ മാനേജർ. നോക്കണേ കുഞ്ഞുങ്ങളെ, ദ സാലറി ഓഫ് ദ മാനേജർ ഓഫ് ആൻ ഓഫീസ് ഈസ് 5 times ദ സാലറി ഓഫ് എ പിയൂണ്. ദ മാനേജർ ഗെറ്റ് 75,000 rupees എ മന്ത്. ഹൗ മച്ച് ഡസ് ദ പിയൂൺ ഗെറ്റ്? ഇതാണ് ചോദ്യം. അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പിയൂണിൻ്റെ എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, പിയൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമാണ് കേട്ടോ. ഒരു പിയൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമാണ് ആ മാനേജർക്ക്. അപ്പോൾ മാനേജർക്ക് 75,000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയൂണിന് എത്ര രൂപ കിട്ടുമെന്ന് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? നമുക്ക് എന്തോ തന്നിട്ടുണ്ട്? സാലറി ഓഫ് ആരുടെ തന്നിട്ടുണ്ട്? സാലറി ഓഫ് മാനേജറുടെ സാലറി തന്നിട്ടുണ്ട്. മാനേജർ എന്ന് വെച്ചാൽ മാനേജറുടെ ശമ്പളം ഏതാ? പ്യൂണിൻ്റെ 5 ഇരട്ടിയാണ്. 5 ഇരട്ടി എന്നാണ് ഇൻറ്റു വരുന്നത്. എന്തുകൊണ്ടാണ്? ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, ഇതൊക്കെ അറിയത്തില്ലയോ? 5 ഇരട്ടിയാണ് ആരുടെയാ? സാലറി ഓഫ് പിയൂണിൻ്റെ. അതായത് മലയാളം മീഡിയക്കാരെന്താ? പ്യൂണെന്നാണ്ട് ഇങ്ങനെ കേട്ടോ. പ്യൂണിൻ്റെ ശമ്പളം എഴുതാൻ പറ്റുന്നുണ്ടോ? മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇനി നോക്കിക്കേ. ഓക്കെ, മാനേജറുടെ. അപ്പോൾ മാനേജറുടെ ശമ്പളം എത്ര നമുക്ക് തന്നു? എത്ര? 75,000 രൂപ മാനേജർക്ക് ശമ്പളമുണ്ട്. 75,000. പിന്നോ 5 ഇരട്ടി ഓഫ് പിയൂണിൻ്റെ ശമ്പളം അല്ലേ, 5 സാലറി ഓഫ് പിയൂണ്. മലയാളം ഇതിനകത്തിലുണ്ട് കേട്ടോ, പിയൂണ്. അപ്പം നമ്മളെങ്ങനെയാണ് സാലറി ഓഫ് പിയൂണിൻ്റെ ശമ്പളമാണ് കാണേണ്ടത്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 75,000 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ആണ് സാലറി. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയോ? ഇവിടെ ഇൻറ്റു അല്ലേ കുഞ്ഞുങ്ങളെ എന്നത്? ഇൻറ്റു 5 അതായത് ഇൻറ്റുവിനെ നമ്മൾ പൊക്കിയെടുത്ത് ഇപ്പുറത്ത്, ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഇൻറ്റുവിനെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഡിവിഷനായിട്ട് മാറും. പ്ലസ് ആയിരുന്നെങ്കിൽ അത് മൈനസ് ആയിട്ട് വരും, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആയിട്ട് വരും, ഡിവിഷൻ ആണെങ്കിൽ അത് ഇൻറ്റു ആയിട്ട് വരും, ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷനായിട്ടും വരും. ഈ 4 അറിയണം കേട്ടോ. എന്തൊക്കെയാവുന്ന നേരെ സൈൻ അങ്ങ് തിരിവേ. പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ അത് ഡിവിഷൻ ആണെങ്കിൽ അത് ഇൻറ്റു ആവും കേട്ടോ. ഇൻറ്റു എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആണേ. ഓക്കെ, ഇത് നോക്കി ഇൻറ്റു ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ആ 5നെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരണം കേട്ടോ. ബൈ 5 = സാലറി ഓഫ് പിയൂണ്. ഓക്കെ നിങ്ങളെ, 5 അല്ലേ? അപ്പം 75,000-നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. 75,000 ഡിവൈഡ് 5 എത്ര? 1 5 5 2 25 5 5 25. പിന്നെ എത്ര പൂജ്യം ഇവിടെ ഉണ്ട്? 3 പൂജ്യം ഉണ്ട്. അത് താഴോട്ട് ഇറക്കാനില്ലാത്തതുകൊണ്ട് അതിനെ മേളിലോട്ട് വിടണം കേട്ടോ, മേളിലോട്ട്. അപ്പോൾ എത്ര? പിയൂണിന് 15,000 രൂപയാണ് പിയൂണിൻ്റെ ശമ്പളം കേട്ടോ. സാലറി ഓഫ് ദ പിയൂണ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പിയൂണിൻ്റെ മലയാളം വരിക്കാരെങ്ങനെ എഴുതും? പിയൂണിൻ്റെ ശമ്പളം കേട്ടോ. അതായത് 15,000-ൻ്റെ 5 ഇരട്ടിയാണ് 75,000 കേട്ടോ. അതൊക്കെ അറിയാമല്ലോ, മനസ്സിലായോ? ഇത് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. ഇതിലെ കണക്ക് ചോദിക്കും കേട്ടോ. 1. അടുത്ത രണ്ടാമത്തെ 2 ഉള്ളൂ നിങ്ങളെ. ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചിലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കിലായി. നമ്മൾ ഈ ടൂറ് പോകത്തില്ലേ കുഞ്ഞുങ്ങളെ? ടൂറിന് പോകുമ്പോൾ എന്താ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പിരിക്കത്തില്ലേ? അത് 2,500 രൂപ കൊടുക്കണമെന്നാണ് ഓരോരുത്തരും. എത്ര പേരാണ് അപ്പോൾ ആ സംഘത്തിൽ ഉണ്ടായെന്നാണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. എത്ര പേരാണ് ആ സംഘത്തിൽ ഉണ്ടായത് നമുക്കറിയാവോ? എത്ര പേരാണെന്ന് നമുക്കറിയത്തില്ല. അറിയാവോ? അപ്പം നമുക്ക് എന്തോ ചെയ്യാം? ഒന്നുകിൽ നമുക്കെന്താ അറിയാൻ വയ്യാത്തതിന് നമ്മൾ എക്സ് എന്ന പേര് കൊടുക്കാൻ കുഞ്ഞുങ്ങൾ. എത്ര പേരാണെന്ന് നമുക്കറിയത്തില്ല അല്ലയോ? എത്ര വെച്ചാണ് കൊടുക്കേണ്ടത്? 2,500 വെച്ചാണ് കൊടുക്കേണ്ടത് അല്ലേ? മൊത്തം എത്ര രൂപ വേണം? 12,500 രൂപ വേണം. ഇതാണ് സംഭവം.
കേട്ടോ. അത് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദി ഗ്രൂപ്പ് കേട്ടോ. ഗ്രൂപ്പിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എമൗണ്ട് സ്പെൻഡ് ചെയ്തത്, എമൗണ്ട് ദേ സ്പെൻഡ് ചിലവായത് എത്ര രൂപ? 12,500 രൂപയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പം നിങ്ങൾക്ക് സംഭവം വിട്ട് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ 2,500 രൂപ വെച്ച് കൊടുക്കണം. മൊത്തം 12,500 വേണം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈക്വൽ കഴിഞ്ഞിട്ട് 12,500 ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് എഴുതുക. ഓക്കെ. ഇൻറ്റു 2 ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റുവിനെ പൊക്കി ഇപ്പുറത്ത്, ഇത് ഇപ്പുറത്തല്ലേ, ഈക്വലിന് ഇപ്പുറമല്ലേ കിടക്കുന്നത്. ഇതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇൻറ്റു എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും കേട്ടോ. ഇൻറ്റു ഡിവിഷനായിട്ട് മാറും. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് മുകളിൽ കിടക്കുന്ന 0 താഴെ കിടക്കുന്ന 0 പോയി, ഈ 0 പോയി. ബാക്കി ആരുണ്ട്? 125/25 ഈസിക്കൽ ടു 5. മൊത്തം എത്ര പേരുണ്ട് കുഞ്ഞുങ്ങളെ? നമ്പർ ഓഫ് പേഴ്സൺ മൊത്തം എത്ര പേരുണ്ട്? 5 പേര് കേട്ടോ. എത്ര പേരാണ് സംഘത്തിലുണ്ടായെന്നാണ് നമ്മളോട് ചോദിച്ചത്. എത്ര പേരാണ് സംഘത്തിലുണ്ടായത്? 5 പേര്. ഓക്കെ ആണോ? നമുക്കറിയാൻ വയ്യാത്തതിന് എക്സ് എന്ന പേര് കൊടുക്കുക കേട്ടോ. ഓരോ കണക്കിനും വ്യത്യാസമുണ്ടേ. അടുത്ത 3ാമത്തെ ചോദ്യം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത്? എ നമ്പർ മൾട്ടിപ്പിൾഡ് ബൈ 12 12 അല്ലേ ഗീവ്സ് 756. 756. വാട്ട് ഈസ് ദ നമ്പർ? അപ്പം എത്ര ആ നമ്പർ എന്ന് നമുക്ക് അറിയത്തില്ലോ നിങ്ങളെ, അറിയാമോ? അപ്പം നമ്മൾ എന്ത് കൊടുക്കുക? ഒന്നുകിൽ നമുക്ക് നമ്പർ എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ കൊടുക്കുക. എത്ര ആണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അതിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 756 കിട്ടി അല്ലേ? ഒന്നുകിൽ നമുക്ക് ഇവിടെ എന്താ എക്സ് എന്ന് വേണേൽ കൊടുക്കാം. എക്സ് ഇൻറ്റു 12 ഈസിക്കൽ ടു 756 ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നമ്പറിന് പകരം കേട്ടോ. അപ്പം സംഖ്യ, മലയാളംകാർക്ക് സംഖ്യ. അപ്പം നമ്പർ ഈസിക്കൽ ടു 756 നോക്കിയേ ഇൻറ്റു 12 ആണ്. നല്ലപോലെ ആലോചിച്ച് വേണേ ഇപ്പുറത്തോട്ട് എഴുതി വെക്കാൻ. മൈനസ് ആയി ഇവിടെ എങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ്, ഇവിടെ ഇൻറ്റു ആണെങ്കിൽ എന്താ? ഇവിടെ വരുമ്പോൾ ഡിവിഷനാണ് കേട്ടോ. 756നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 63 ആൻസർ കേട്ടോ. ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, 4ാമത്തെ. അതാണോ ഇത്? 21 കൊണ്ട് ഹരിച്ചപ്പോഴും ഉണ്ടല്ലേ, അതിൻ്റെ ഓർമ്മയോടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ ഡിവിഷനാണ്, മുമ്പളത്തെ തന്നെ കേട്ടോ. ഹരിച്ചപ്പോഴാണിത് 756 കിട്ടിയത് കേട്ടോ. ഹരിച്ചപ്പോഴാണ് 756 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യയാണ് നമ്മൾ ഹരിച്ചത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും? നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ നിങ്ങളെ, ഒരു സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല, ഏതോ ഒരു സംഖ്യയെ നമ്മൾ 21 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 756 കിട്ടി. അപ്പം എക്സ് ഈസിക്കൽ ടു 756 അല്ലേ. ഡിവിഷനിൽ വന്നു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞു ഡിവിഷൻ വന്നാൽ ഇൻറ്റു വരും കേട്ടോ. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ വരും. ഇവിടെ അതോ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആയി കണക്ക് തന്നത് കേട്ടോ. തെറ്റിക്കല്ലേ കുഞ്ഞുങ്ങളെ അത് കേട്ടോ. ഹരിച്ചപ്പോൾ ഡിവിഷനാണ് കേട്ടോ. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു ആണ് കേട്ടോ. നല്ലപോലെ അതങ്ങ് പഠിച്ചോണേ. 756 ഇൻറ്റു 200 എത്രയായിരുന്നു നിങ്ങളെ? 756 ഇൻറ്റു 21 എത്ര വരുന്നത്? 15,876 ആൻസർ കേട്ടോ. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കണേ. അപ്പം നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. നമുക്ക് പാർട്ട് 2 ഇടാം. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും പാർട്ടായിട്ട് ഇടുന്നത്. 8ാം ക്ലാസ്സിൻ്റെ ഓരോ വിഷയങ്ങളുടെയും ഞാൻ എന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എഴുതി എടുക്കണേ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.